ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീത നാം പഠിക്കുന്നത് കേവലം ഒരു മോറൽ സയൻസ് എന്ന രീതിയിലല്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്താൽ എങ്ങനെയായിരിക്കും അനന്തരഫലം. നിങ്ങൾ കേട്ട് കാണാം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. ആ ഒരു കേവലം ഒരു വ്യാവഹാരിക തലത്തിൽ, ലൗകിക തലത്തിൽ മാത്രം ചില ബോധവൽക്കരണമല്ല ഗീത ചെയ്യുന്നത്. അത് ഇതര മതങ്ങളിലൊക്കെ കാണാം, ഇതര മതഗ്രന്ഥങ്ങളിൽ. അതായത് നന്മ ചെയ്താൽ അതിന് ദൈവം കൊടുക്കുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ, ഇഫ് യു സോ യു വിൽ റീപ്പ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പലതും കാണാം. അതുപോലെ തന്നെ ദൈവം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. ഗീത അങ്ങനെ കേവലം ഒരു മോറൽ സയൻസ്, നമ്മൾ ചെയ്യേണ്ട ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗീത പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷനാണ്, ഒരു എസെൻസാണ്, ജീവിതത്തിൻ്റെ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാടാണ്. അപ്പം നമ്മൾ ആ കാഴ്ചപ്പാട് മനസ്സിലാവണമെങ്കിൽ ഗീത പഠിക്കുന്ന വേണം. അപ്പം നമ്മളൊക്കെ സത്യത്തിൽ നമ്മളൊരിക്കലും നമ്മൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. കാരണം ഒന്നാമത് നമ്മുടെ ആ തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാനുള്ളൊരു സംവിധാനമില്ല. എനിക്ക് ഭഗവത്ഗീതയുടെ ഏറെ ബഹുമാനം. ഇറ്റ് സോ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് ആണ്. ആ ഒരു സയൻറ്റിഫിക് വ്യൂ, സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ളൂ. ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യത്തെക്കുറിച്ച്, എസെൻസിനെക്കുറിച്ച് നമ്മളെന്താ മനസ്സിലാക്കിയത്? നമ്മൾ പഠിച്ച ബയോളജിയൊന്നും ഒരു എസെൻസ് അല്ല. അത് കേവലം ഈ സെൽസുകളെ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ സെൽസുകൾ മാത്രം പഠിച്ചാൽ നമ്മളെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ? നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ. മനസ്സ് ഉണർന്നിട്ടില്ല, രാവിലെ നിങ്ങളുടെ മനസ്സ് ഉണരുന്നില്ല, നിങ്ങൾക്ക് ജീവിതമുണ്ടോ? അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു. ഉണരാത്തൊരച്ഛനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, വേദനാത്മകമാണ്. കണ്ണു തുറക്കാത്തൊരച്ഛൻ. പണ്ട് വൈലോപ്പിള്ളിയുടെ വളരെ മനോഹരമായൊരു വരികളുണ്ടല്ലോ, മാമ്പഴത്തെക്കുറിച്ച് എഴുതിയ വരികൾ. മരിച്ചു കിടക്കുന്ന ഒരു പുത്രനെ മുന്നിൽ മാംകുല പറിച്ചുകൊണ്ട് അമ്മ കൊണ്ടുവയ്ക്കുന്ന ആ കാഴ്ച, അല്ലെങ്കിൽ മരിച്ച ആ ഉണ്ണിയുടെ ചെതയുടെ, അല്ലെങ്കിൽ മറവ് ചെയ്ത ആ സ്ഥലത്ത് മനസ്സ് വിട്ടുപോയാൽ പിന്നെന്ത് ജീവിതം? ആ മനസ്സിനെക്കുറിച്ച് ബയോളജി എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? ബയോളജിക്ക് എന്താ അറിയാം? നിങ്ങൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യും. നമ്മളാരും ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മനുഷ്യനെക്കുറിച്ച് പഠിച്ചു എന്നൊക്കെ അഹങ്കരിക്കുന്ന എത്ര തെറ്റാണ്. എവിടെയോ ഒരു ഭാഗം പഠിച്ചിട്ട് എല്ലാം പഠിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റുക? പണ്ട് 4 കുരുടന്മാർ ആനയെ കാണാൻ പോയ കഥ നമ്മൾ മുമ്പ് പറഞ്ഞു കാണാം. തുമ്പിക്കൈ പിടിച്ചവൻ പറഞ്ഞു തൂണ് പോലെ ഇരിക്കണമെന്ന്. ആടുന്ന തൂണാത്രേ ആന. മറ്റവൻ പറഞ്ഞു തെങ്ങ് പോലെ ഇരിക്കണമെന്ന്, കാല് പിടിച്ചിട്ടേ. ഒരുത്തൻ പോയി പിടിച്ചിട്ട് പറഞ്ഞു ചൂല് പോലെയാണ്, വാല പിടിച്ചത്. ഇതെങ്ങനെ ആനയാവുക? ഇതുപോലെയാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം പഠിച്ചിട്ട് മനുഷ്യനെക്കുറിച്ച് പഠിച്ചു എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ബയോളജി ഒന്നും പഠിക്കാത്തതായ, കൈവയ്ക്കാത്തതായൊരു വിഷയം ഗീതയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച്. അവിടെയാണ് നിങ്ങളുള്ളത്. കാരണം മനസ്സുണരുമ്പോഴാണ് ഞാനെന്ന ഒരു ചിന്ത, അഹങ്കാരം, ഭാവം വരുന്നത്. ആ ഞാനെന്ന ചിന്ത എങ്ങനെ ഉണർന്നു വന്നു? എവിടെ നിന്നുണർന്നു വന്നു? ആരുണർത്തി? ഇതൊക്കെ വെറുതെ യുക്തിവാദികൾ ബ്രെയിൻ 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 എന്ന് പറഞ്ഞാൽ തെറ്റും. കാരണം ബ്രെയിൻ ഈസ് എ മാറ്റർ, ബ്രെയിൻ ഈസ് എ സോളിഡ് തിങ്. ബ്രെയിൻ്റെ ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. ചിന്തകളുടെ ചിത്രം ഒന്ന് യുക്തിവാദിയോട് വരയ്ക്കാൻ പറയും. അത് തന്നെ സയൻറ്റിഫിക്കലി തെറ്റാണ്. യുക്തിവാദം തെറ്റാണ് അവിടെ. കാരണം യുക്തി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിരിക്കണം. മാറ്ററിൽ നിന്നും എനർജി ഉണ്ടാവേ, അത് തന്നെ തെറ്റല്ലേ? തോട്ട്സ് എന്നത് എനർജിയാണ്, ബ്രെയിൻ എന്നതൊരു മാറ്ററാണ്. അപ്പം ഈ ബ്രെയിൻ എന്നതിൽ നിന്നും തോട്ട്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ
തോട്ട്സ് എങ്ങനെയാണ് മാറ്ററിൽ നിന്നുണ്ടാവുക, അല്ലെങ്കിൽ എനർജി എങ്ങനെയാണ് ഒരു മാറ്ററിൽ നിന്നുണ്ടാവുക. അവിടെ ഫിസിക്സ് തെറ്റിച്ചു അവർ. എപ്പോഴും മാറ്റർ ഈസ് ദ ഔട്ട്കം ഓഫ് എനർജിയാണ്. എനർജിയാണ് ബേസ്, എനർജിയാണ് അടിസ്ഥാനം. അപ്പോൾ പിന്നെ ബ്രെയിൻ്റെ അകത്തുള്ള ന്യൂറോൺസിൻ്റെ പ്രവർത്തനം കൊണ്ട് തോട്ട്സ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് LKG കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഇറ്റ് വോണ്ട് സൂട്ട് ടു ദ ലോജിക് ആൻഡ് സയൻറ്റിഫിക് വ്യൂസ്. അപ്പം അതാണ് ഭാരത ഋഷിവര്യന്മാർ വളരെ സൂക്ഷ്മമായി പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയത് മനസ്സിനെക്കുറിച്ച്. കാരണം ചിന്തകൾക്ക് രൂപമില്ല, ചിന്തകൾക്ക് പ്രത്യേകിച്ച് ഭാവങ്ങളോ ഒന്നുമില്ല. അത്തരം ചിന്തകളെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റുക, കാണാൻ പറ്റാത്തതിനെ കാണുക, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതിനെ മനസ്സിലാക്കുക. അതിന് നമുക്ക് ചില ട്രെയിനിങ് ആവശ്യമുണ്ട്. കാരണം ഇവിടെ ചിന്തകളെ നമ്മൾ കാണണമെങ്കിൽ നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. ആ ചിന്തകൾക്ക് പ്രത്യേകിച്ച് രൂപങ്ങളും ഭാവങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ചിന്തകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നാം നമ്മുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അതിന് കുറച്ച് നമ്മൾ തസ്മാത് ഗുരും പ്രപദ്ധ്യേത, ഗുരുക്കന്മാരുടെ അടുത്ത് പോകേണ്ടതുണ്ട്. 4-ാം അധ്യായത്തിൽ പറഞ്ഞു കുറേ പരിശീലനങ്ങൾ, അഭ്യാസങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിരന്തരമായ ചില ധ്യാന പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഋഷിവര്യന്മാർക്ക് ഇത് കൈവരിക്കാൻ സാധിച്ചത് ധ്യാന പരിശീലനത്തിലൂടെ. അപ്പം അങ്ങനെ ധ്യാന പരിശീലനത്തിലൂടെയൊക്കെ കടന്നു പോയി ആരാണോ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കുന്നത്, ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതെന്താണ്? മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്, ബോധ മനസ്സെന്ന് പറയുന്നത്, ആ മനസ്സ് വളരെ ഫ്ലെക്സിബിളാണ്, വളരെ ട്രാൻസ്പെറൻ്റാണ്. അതിനെ നമുക്ക് നല്ലതും ചീത്തതും ആക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആ മനസ്സെങ്ങനെ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. അപ്പം മനസ്സെന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീഡമുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം നമ്മുടെ മനസ്സ് സ്വതന്ത്രമായതുകൊണ്ടാണ് നമുക്ക് ആ മനസ്സിനെ ഏത് നല്ല ചിന്തകളിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നത്. നിരന്തര പരിശീലനം കൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മനസ്സിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ, സ്വതന്ത്രമായ ഒന്നിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതിനെ മാറ്റാൻ പറ്റുള്ളൂ, ട്രാൻസ്പെറൻ്റ് ആയതിനെ മാറ്റാൻ പറ്റുള്ളൂ. വളരെ സോളിഡായിട്ടുള്ള ഒന്നിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പരിമിതിയുണ്ട്. ഇപ്പോൾ വെള്ളം അതിനെ ഏത് പാത്രത്തിലേക്ക് ആക്കാം. കാരണം വളരെ അത് എന്താ പറയുക, ലിക്വിഡ് ആയതുകൊണ്ട് വളരെയധികം ഫ്ലെക്സിബിളാണ്, അക്കോമഡേറ്റീവാണ്. എന്നാൽ നമുക്കൊരു വലിയൊരു കല്ലിനെ നമുക്ക് അതിൻ്റെ പരിമിതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ സോളിഡാണത്, ട്രാൻസ്പെറൻ്റ് അല്ല, ഫ്ലെക്സിബിൾ അല്ല. ഇപ്പം നിങ്ങളൊക്കെ ഈ എന്താ പറയുക, ചപ്പാത്തിക്ക് വേണ്ടി മാവൊക്കെ കുഴച്ച് അതൊക്കെ ഒരു പരുവത്തിലാക്കി കഴിഞ്ഞാൽ, പൂരി വേണമെങ്കിൽ പൂരി, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി, നാൻ വേണമെങ്കിൽ നാൻ, ഭട്ടൂര വേണമെങ്കിൽ ഭട്ടൂര, എന്തു വേണോ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. ഏത് സാധനം, എത്ര സാധനങ്ങളാണ്, സമോസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാക്കാം. മനസ്സിലായി? ഒരിക്കൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ആ ചപ്പാത്തി തന്നെ, പിന്നെ അതിനെ വേറൊന്നാക്കാൻ പറ്റില്ല. അത് വേണമെങ്കിൽ ഗുജറാത്തി ആണെങ്കിൽ അതിനെ ഒന്നുകൂടി ചൂടാക്കി നല്ല ക്രിസ്പി ആക്കിയിട്ട് അതിനെ കാക്കറയാക്കും. അവർക്കതാണ് കാക്കറ എന്ന് പറഞ്ഞാൽ വെറുതെ ടൈം പാസിന് കഴിക്കാനുള്ളത്. ഇപ്പോൾ ഈ കാക്കറ എന്നൊക്കെ പറയുന്നത് പണ്ട് ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചത് വലിയൊരു പലഹാരമാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഈ ബാക്കി വന്ന സാധനം ഉണക്കി വെച്ചാണ് കാക്കറ എന്ന്. ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആർത്തിയിൽ വിചാരിക്കും ഇത് എന്തോ ഒരു കുന്താണെന്ന്. അപ്പോൾ വീട്ടിലെ ആൾക്കാർ കഴിക്കാതെ ഉച്ചിഷ്ടം വെച്ചത് ഉണക്കി വെച്ചത് അത് വീണ്ടും എടുത്ത് കഴിക്കുന്നത് കാക്കറ. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ്, മനസ്സിനെ കുറിച്ചാണ്. അപ്പം മനസ്സ് വളരെ ഫ്ലെക്സിബിളാണ്. ഒരു രത്നാകരനെ അതുകൊണ്ടാണ് നമുക്ക് വാത്മീകിയാക്കാൻ പറ്റുന്നത്. ഏത് നല്ലവരെയും ചീത്തവരാക്കാനും ഏത് ചീത്തവരെയും നല്ലവരാക്കാനും പറ്റുന്നതാണ് മനസ്സ്. അപ്പം മനസ്സെന്താണ്?
neither good nor bad. It is an energy. എനർജി ക്യാൻ ബി എ നെഗറ്റീവ്, എനർജി ക്യാൻ ബി എ പോസിറ്റീവ്. നിങ്ങൾ നിരന്തരം അതിനെ നെഗറ്റീവ് ചിന്തകളിൽ കൊണ്ടുപോയി അതൊരു നെഗറ്റീവായി തീർന്നു. അതിനെ പോസിറ്റീവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പോസിറ്റീവായി. അപ്പം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മനസ്സെന്ന് നാം അറിയുക. എല്ലാവരുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ പറ്റും. ആരുടെ മനസ്സും ഫിക്സഡ് അല്ല. ആരുടെ മനസ്സും ദൈവം ഇങ്ങനെയാണ് നിൻ്റെ മനസ്സെന്ന് ശപിച്ചിട്ടില്ല, പാപിയാണെന്ന് പറഞ്ഞ് ശപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെ സ്വാമി വിവേകാനന്ദ സ്വാമികൾ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ട് പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ പള്ളികൾക്ക് വലിയ തെറ്റുപറ്റി, നിങ്ങളെ പാപി എന്ന് വിളിക്കുന്ന അവരാണ് പാപികൾ. കാരണം നിങ്ങളിൽ പാപമില്ല. ആ പാപമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ക്രിസ്ത്യൻ ഫാദേഴ്സ് വിചാരിച്ച് നടക്കില്ല, നിങ്ങൾ വിചാരിക്കണം. അതുകൊണ്ടാണ് യൂറോപ്പിൽ കുറേ പേര് സ്വാമി വിവേകാനന്ദൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് അവരാ പള്ളിയുടെ ക്ലച്ചസിൽ നിന്ന് പുറത്തു കടന്നു. അപ്പം നമുക്കും ഇതുപോലെ മനസ്സിലാക്കണം, നമ്മളെ ഉയർത്തിയെടുക്കാൻ, ഉന്നതരാക്കാൻ, ഉത്കൃഷ്ടരാക്കാൻ, ശ്രേഷ്ഠരാക്കാൻ, പരിവർത്തനം വരുത്താൻ മനസ്സ് എപ്പോഴും റെഡിയാണ്. മനസ്സ് തയ്യാറാണ്. നമ്മൾ തയ്യാറില്ല, അതാ പ്രശ്നം. അപ്പം നമ്മൾ തയ്യാറാണോ നമ്മുടെ ജീവിതം മാറ്റിമറിയും. അപ്പം അതാണ് കൃഷ്ണൻ ഓരോ ശ്ലോകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകമാണ് നമ്മൾ കണ്ടത്. അത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം, എന്നിട്ട് ഈ ഭാഗം മുഴുവനാക്കാം. ഒന്ന് വായിക്കാം നമുക്ക്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നപി ന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ. നോക്കൂ, നിങ്ങൾ എത്ര ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധാത്മാ, വിജിതാത്മാ, ഈ തരത്തിലുള്ള ആത്മാക്കൾ. അപ്പം എന്താ കൃഷ്ണൻ പറയുന്നത് ഇവിടെ? യോഗയുക്തനായാൽ വിശുദ്ധാത്മാവായി, വിശുദ്ധാത്മാവായാൽ വിജിതാത്മനായി, വിജിതാത്മനായാൽ ജിതേന്ദ്രിയനായി. എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെന്നാലും ഒന്നുകൂടി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, നിരന്തരമായ കൃത്യനിഷ്ഠമായ ചില സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ, രാവിലെ പോകുന്നു, അമ്പലത്തിൽ കുറേ പ്രദക്ഷിണം വയ്ക്കുന്നു, നാമം ജപിക്കുന്നു, അങ്ങനെ ഇരുന്ന് പ്രാണായാമം ചെയ്യുന്നു, പ്രണവോപാസന ചെയ്തു, ഇതൊരു നിരന്തര ശീലമാക്കുന്ന ആളുകൾക്ക് മനസ്സിൻ്റെ വിശുദ്ധി ക്രമേണ ബോധ്യം വരും. അതായത് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ള ആലസ്യം, അസ്വസ്ഥത, അടിമത്വം ഇത്യാദി ദുർബല വികാരങ്ങളുടെ ശക്തി കുറഞ്ഞു 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 വരുന്നത് അവർക്ക് അനുഭവപ്പെടും. ആ മനസ്സ് കുറേ കഴിഞ്ഞാൽ വിജിതാത്മാ. വിജിതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഉള്ളിൽ ചില ദൗർബല്യങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് അവർക്കത് പുറത്തു കിടക്കാൻ പറ്റും. കാരണം ഈ ശീലങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നൊരു ശക്തി, കരുത്ത് തീവ്രമായിരിക്കും. ഇപ്പം നേരത്തെ അവരെ പുറകോട്ട് വലിച്ചു കൊണ്ടിരുന്ന ശക്തിയേക്കാൾ തീവ്രമാണ് അവർ പരിശീലിച്ച് മുന്നോട്ട് വന്ന ശക്തി. അപ്പം അവരുടെ മനസ്സിനെ ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കൊക്കെ ഒന്ന് മനസ്സ് തള്ളിവിടാൻ ശ്രമിക്കുമ്പോഴും ആ പരിശീലനത്തിൻ്റെ കരുത്ത് കൊണ്ട് അവരുടെ മനസ്സ് മുന്നോട്ട് 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 നീങ്ങും. അങ്ങനെ വന്നാൽ ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ജിതേന്ദ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലതും കണ്ടാലും കേട്ടാലും അതൊന്നും അവരുടെ മനസ്സിനെ അപ്സെറ്റാക്കുക, എക്സൈറ്റാക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം അവർക്ക് മനസ്സിലായി ഈ കാണുന്നതൊക്കെ മനസ്സിൽ ചില എന്താ പറയുക പ്രചോദനങ്ങൾ ചിലതുണ്ടാക്കും, ചിലത് ആവേശങ്ങളുണ്ടാക്കും, ചിലത് വളരെ വിഷമങ്ങളുണ്ടാക്കും, അസ്വസ്ഥത, അതൊന്നൊക്കെ പെട്ടെന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ മൈൻഡിനെ സ്വാധീനിക്കുന്ന സ്വാധീനത്തിൽ നിന്നും അവരെ മൈൻഡിനെ ട്വിസ്റ്റ് ചെയ്യാൻ, മൈൻഡിനെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവർ പാകപ്പെടുത്തി കഴിഞ്ഞു. അപ്പം അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ മനസ്സ് വെച്ച് കളിക്കാൻ പറ്റുന്നവരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും നമ്മളെ ദുഃഖികളോ വിഷമമുള്ളവരോ വേദന ഉള്ളവരോ ആക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാണുന്നു എത്രയോ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നില്ല ഈ മനസ്സ് സ്വതന്ത്രമാണെന്നും ഈ സ്വതന്ത്രമായ മനസ്സിനെ നാം പരിവർത്തനം വരുത്തിയെടുത്തിട്ടില്ലെങ്കിൽ, ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കും അതിനെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് കടക്കൽ എളുപ്പമല്ല. മത്സ്യത്തെ പിടിക്കുന്ന പോലെയാണ്. ഒരു വല അങ്ങോട്ട് വീശിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ചാടുമ്പോൾ ആ വലയിൽ കുരുങ്ങി. എന്നാൽ അതേ മത്സ്യം വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് വല്ല കല്ലുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മുക്കുവൻ ആരാണോ വല വീശുന്നത്, ഇപ്പോൾ തോണിയിലൊക്കെ ഇരുന്നിട്ട് വല വീശുമ്പോൾ തോണിയുടെ ആ ഭാഗം ഉയർന്നിട്ടാണ് കിടക്കുന്നത്. മത്സ്യം അല്പം ഒരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അത് കേരളക്കാരൻ മത്സ്യമല്ലാത്തതുകൊണ്ടായിരിക്കാം, വേണ്ടാത്ത ബുദ്ധി ധാരാളമുണ്ട്, ആ തോണിയുടെ അടുത്തേക്ക് ഒന്ന് അടിയിലൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ വല പൊങ്ങിയിട്ടായിരിക്കും ആ മത്സ്യം പിടിയിൽ വീഴില്ല. അപ്പം മത്സ്യം സ്വതന്ത്രമായിരുന്നു, അതിനെങ്ങോട്ട് വേണമെങ്കിൽ പോകായിരുന്നു. പക്ഷെ അത് രക്ഷപ്പെടേണ്ട വഴി കണ്ടില്ല. പകരം പ്രതിഷേധിച്ച് അങ്ങോട്ട് ആകെ എടുത്ത് ചാടി കോലാഹലം കാണിച്ചപ്പോൾ വലയിൽപ്പെട്ടു. ഇന്ന് പലരുടെയും മാനസികാവസ്ഥ അതാണ്. അനാവശ്യമായ പ്രക്ഷുബ്ധത, അനാവശ്യമായ പ്രതിഷേധങ്ങളും അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. രക്ഷപ്പെടാൻ വഴി കാണില്ല തോന്നി. അതാണ് മനുഷ്യൻ. ജീവിതത്തിൽ അതിങ്ങനെ അടിക്കടിക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ശരിയാണ്, ദിവസവും പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല. എന്നാലും ഈ ഭൂമി എത്ര വലുതാണ്, ഭൂമി വേണ്ട, ഭാരതം എത്ര സമ്പന്നമാണ്, എത്ര സ്ഥലങ്ങൾ. വീട്ടിലത്ര ബോറടിക്കണമെങ്കിൽ ഇറങ്ങിയിട്ട് പോകണം കുറച്ച് ദിവസത്തേക്ക്. വല്ല വൃന്ദാവനോ ബദരിയോ കേദാറോ ഹരിദ്വാറോ എവിടെയൊക്കെ എത്ര സ്ഥലങ്ങൾ, പോയി 10 ദിവസം നിൽക്കണം. അങ്ങനെ അങ്ങോട്ട് ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആർക്ക് തകർക്കാൻ പറ്റും? ആർക്ക് നിങ്ങളെ അസ്വസ്ഥരാക്കാൻ പറ്റും? അതല്ല വീടിൻ്റെ ചുറ്റുപാടിലിരുന്ന് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഭാര്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഭർത്താവ് ഉണ്ടാക്കുന്ന ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗി ജീവിക്കാൻ. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ജ്യോത്സ്യരെടുത്തു പോയി. ജ്യോത്സ്യൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും ഉത്തമമായൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. 100 വയസ്സ് വരെ നിങ്ങൾ 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നു. ഉടനെ ഭർത്താവ് ചോദിക്കുക, ഇതിനൊരു പരിഹാരമുണ്ടോ ജ്യോത്സ്യരേന്ന്? ഇതാണ് ജീവിതം. എത്ര ജാതകം ഒത്തിട്ട് എന്താ കാര്യം? മനസ്സൊക്കണ്ടേ. വേറെ സന്ദർഭത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം, നോക്കൂ മനുഷ്യ, നമ്മളുടെ കല്യാണം നടത്തി തന്ന ബ്രോക്കർ ഉണ്ടല്ലോ, ലോറി ഇടിച്ച് ചത്തുപോയിന്ന്. ഉടനെ ഭർത്താവ് പറഞ്ഞു, ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കുന്നു, ഇപ്പോഴെങ്കിലും പഠിച്ചോ എന്ന്. ഇതാണ് ജീവിതം. ഇങ്ങനെ ജീവിതത്തിൽ പരസ്പരം ഒരു ഐക്യവും ഒത്തൊരുമയും സ്നേഹവും സന്തോഷവും ഇല്ലെങ്കിൽ ഏത് ജാതകം ഒത്തിട്ട് എന്ത് കാര്യം, ഏത് വിവാഹം കഴിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ആ ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു മുങ്ങലും മുങ്ങാണ്. ഈ കേരളത്തിലുണ്ടല്ലോ അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. ഈ കുട്ടികൾക്കത് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് യുവാക്കളോട് യുവതികളോടൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഒരു മുങ്ങൽ സംസ്കാരമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, തെറ്റായ രീതിയിൽ മനസ്സിലാക്കരുത്. നിങ്ങൾ ഓച്ചിറ ക്ഷേത്രം കേട്ട് കാണും. അവിടെ ആളുകൾ ഭജനത്തിന് പോകും. ഒരു മുങ്ങലാണത്. അവിടെ പോയി കുറച്ച് ദിവസം അങ്ങനെ ഭജനത്തിൽ അങ്ങനെ ഇരിക്കുക. അവിടെ അതിനുള്ള കുറേ കുടിലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൂക്കുമുട്ടെ കഴിക്കാനുള്ള കഞ്ഞിയും ഒക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെന്താ വിഷമിക്കാനുള്ളത്? കിടന്നുറങ്ങാനൊരു സ്ഥലം, കഴിക്കാൻ ആഹാരം. വലിയ സന്തോഷത്തിലൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചോദിച്ചിട്ട് എനിക്ക് ബിരിയാണി കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരമില്ല. അത്യാവശ്യം വയറ് നിറയ്ക്കാനുള്ള കഞ്ഞിയും ഒരു സാമ്പാറൊക്കെ കിട്ടും. പിന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അതൊക്കെ അവിടെ ഇഷ്ടംമാരിയുണ്ട്. അതിനൊന്നും നിങ്ങൾ പുറത്തൊന്നും പോകണ്ട. പിന്നെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. അവിടെ ആകുമ്പോൾ സാമ്പത്തിക ചിലവ് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓച്ചിറ പറഞ്ഞത്. ഇനി അതിന് ചെറിയ ചിലവുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. എന്നാൽ ഗുരുവായൂരിൽ നോക്കൂ നിങ്ങൾ, അവിടെയും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ട് സൗകര്യങ്ങൾ. പിന്നെ അവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കുറച്ച് കൊതുകടി ധാരാളം കൊള്ളണം. ആ ഓഡിറ്റോറിയത്തിലൊക്കെ ചെന്ന് കിടക്കണം. അവിടെയൊക്കെ ചെന്ന് അവിടെ കിടന്ന് രാവിലെ അവിടെയാണെങ്കിൽ പിന്നെ ഗുരുവായൂരപ്പനല്ലേ, 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. രാവിലെ ഇഡ്ഡലി സാമ്പാർ, ഉച്ചയ്ക്ക് മെഴുക്ക് വരട്ടി പെരട്ടി, പപ്പടം, ആവിയൽ, തോരൻ, കേമം. പോരാത്തതിന് പായസം കൂടിയുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ രാത്രി മുഴുവൻ നിങ്ങൾ കച്ചേരി നടത്തി കിടന്നാൽ രാവിലെ ഉച്ചയ്ക്ക് സുഖമായിട്ട്
പായസമൊക്കെ കഴിച്ച് അടപ്രഥമനും കഴിച്ച് സുഖമായിട്ട് കിടക്കാം. ഇത് കേട്ടിട്ട് നാളെ ആവേശത്തിലാരും പോകരുത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അടപ്രഥമനില്ലെങ്കിൽ എന്നെ ചീത്തയും വിളിക്കരുത്. ഇവർ രാത്രിയുണ്ട് അത്യാവശ്യം നല്ലൊരു ഭക്ഷണമൊക്കെയാണ് ഞാൻ കേട്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഉടുപ്പി ക്ഷേത്രത്തിൽ, പല ക്ഷേത്രങ്ങളിലും. നിങ്ങൾ നോക്കാം, വൃന്ദാവനത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാൽ റോഡ് സൈഡിലൊക്കെ ഭണ്ഡാരയാണ്. അവിടെ ഇങ്ങനെ റൊട്ടി സബ്പൂരിയൊക്കെ കൊടുക്കുന്നതാണ്. ഈ തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ വേണമെങ്കിൽ രക്ഷപ്പെടാൻ വഴികളുണ്ട്. വാതിലുകൾ അടഞ്ഞിട്ടല്ല കിടക്കുന്നത്, വാതിലുകൾ തുറന്നിട്ടാണ്. പക്ഷേ മനസ്സെന്ന വാതിൽ അടച്ച് ദുരിതങ്ങളെ അയവിറക്കി അത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് വേറൊന്നും ചിന്തിക്കുകയില്ല. അവരെന്നെ എങ്ങനെ പറഞ്ഞു, ഇവരെന്നെ എങ്ങനെ പറഞ്ഞു, അവർക്ക് എന്നെ ഇഷ്ടമല്ല, ഇവർക്കെന്നെ ഇഷ്ടമല്ല, ഞാനിനി എന്തിനാ ജീവിക്കണം, ഇനി ആരെയൊക്കെ ഇങ്ങനെ നെഗറ്റീവായി ngേ എന്ന് പറഞ്ഞാൽ കയറല്ലാതെ വഴിയില്ല. നേരെ മറിച്ച് ഇതൊക്കെ വിഷമാണ്. ശരി, ഞാനൊരു 10 ദിവസം ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ഒരൊറ്റ മുങ്ങൽ. കണ്ടവൻ്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലതാണ് അവരെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുങ്ങി ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി 10-15 ദിവസം അവിടെയൊക്കെ അങ്ങനെ ഇരുന്ന് ധ്യാനനിരതരായിട്ട് അങ്ങനെ ഇരിക്കും ഒരു സുഖം. നിങ്ങൾ ആ കാശിയിലൊക്കെ നോക്കൂ, എത്ര ആളുകൾ ഇങ്ങനെ ചില നിരാശകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ വരുന്നു, ആ ഗംഗയുടെ തീരത്തിരിക്കണോ, ആരതി കാണണോ, മനസ്സിൻ്റെ സുഖം, പിന്നീട് തിരിച്ചു പോരുന്നു. ഇങ്ങനെ എത്രയോ ആളുകൾ ജീവിതത്തിൽ ഇങ്ങനെ പല നിരാശകളുള്ളവരും പല പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിന് കിട്ടുന്ന വലിയൊരു സ്വസ്ഥത. പക്ഷേ നിങ്ങളത് അറിയണം, സയൻസ് അറിയണം. നിങ്ങൾ പലരും പറയും, ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മൊബൈലോ ടി വിയൊക്കെ കണ്ടിരിക്കാം. പക്ഷേ ഈ സ്വസ്ഥത കൈവരിക്കാനുള്ളൊരു കഴിവ് മനസ്സിനുള്ളതിന് കാരണം മനസ്സ് സ്വതന്ത്രമാണ്. അത് മനസ്സിലാക്കപ്പെടും. മൈൻഡ് ഈസ് ഫ്രീ ആണ്. മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രീഡം ഉള്ളതാണ്. അതുകൊണ്ട് മനസ്സിനെ നമുക്ക് ഏത് ഭാഗത്തേക്കും തിരിക്കാൻ പറ്റും. എല്ലാവരും മനസ്സ് സ്വതന്ത്രമാണ്. ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. മനസ്സ് സ്വതന്ത്രമായതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണം. നാം അതിനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ വല്ലവരും അതിനെ സ്വാധീനിക്കും. അങ്ങനെയാണെന്ന് പലരുടെയും മനസ്സിൻ്റെ അവസ്ഥ. അവർ സ്വാധീനിക്കുന്നതിനേക്കാൾ കൂടുതൽ പലരും സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണൊരു ചൊല്ല് വന്നത്, പഴഞ്ചൊല്ല്, അവനവൻ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ കയറി നായ ഇരിക്കുന്നൊക്കെ. ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുന്നിട്ടില്ല എങ്കിൽ കണ്ടവൻ അവിടെ കയറിയിരിക്കും. നമ്മുടെ മനസ്സിനെ പലരും സ്വാധീനിക്കും. പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. ഈ പല ചെറുപ്പക്കാരി കുട്ടികളുണ്ടല്ലോ, ആമ്പിള്ളേരെ കൂടെ അമിതമായി കൊഞ്ചിക്കൊഴഞ്ഞാടി അവരെയൊക്കെ വേണ്ടാത്ത ഫോട്ടോ അയച്ചു കൊടുക്കും. ഈ ഫോട്ടോ ഒക്കെ പിന്നീട് മിസ്യൂസ് ചെയ്യപ്പെടും. പിന്നെ അത് അവരുടെ ജീവിതം മുഴുവൻ തകർക്കുന്ന വിധത്തിലാവും. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇവരെ വിചാരിക്കുന്നില്ല, സ്നേഹം, പ്രേമം, കാമം അങ്ങനെ തലയ്ക്ക് കയറിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പിന്നീട് ഒരു മുതലെടുപ്പായിട്ട് മാറുമ്പോൾ അതും അവൻ്റെ കയ്യിലാവില്ല. അവൻ അത് വിറ്റിട്ട് അവൻ കാശാക്കിയിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ സമൂഹത്തിൽ ഞരമ്പല്ലേ, കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇത് പാവം കുറേ ജീവിതം തകർക്കും. ഇതൊന്നും അറിയാതെ പോയി. എന്നിട്ടോ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർജവത്തോടെ പറഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിവില്ലാത്തവരാണ് ഭൂരിപക്ഷം. വീണ്ടും പോയി വീഴുകയാണ്. കാരണം തൻ്റെ പേര് നാണക്കേടാവോ, മോശപ്പേരാവോ, തൻ്റെ അച്ഛന് അപമാനമോ, അമ്മയ്ക്കപ്പോ, അവസാനം എത്തുന്നതോ പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ കുരുക്കിലേക്കാണ്. കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് വീണ് ആത്മഹത്യയിലേക്ക് പോകുന്ന കുട്ടികൾ. ഇതൊക്കെ സംഭവിക്കുന്നതിന് കാരണം എവിടെയോ തൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ആർജവം. അതാണ് ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കേണ്ടത്. കാരണം കുരുക്കുകൾ ഇവിടെ ഒരുപാട് വീഴും. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം ഓപ്പണാണ്. നമുക്ക് നെറ്റും അതുപോലെ മൊബൈലും അതുപോലെ ടാബുകളും അതുപോലുള്ള എല്ലാം അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴി തെറ്റിക്കാനുള്ള സ്വാധീനിക്കാനുള്ള ബാഹ്യശക്തികൾ വളരെ കൂടുതലാണ്. പക്ഷെ സ്വയം താൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ തനിക്ക് സാധിക്കുമെന്നൊരു കരുത്ത് കണ്ടെത്താൻ അതിന് ചെറുപ്പത്തിൽ തന്നെ ചില ആത്മീയമായ പരിശീലനങ്ങൾ ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ, ചെറുപ്പത്തിൽ കുട്ടികളെ അമ്പലത്തിൽ കൃത്യനിഷ്ഠ, അത് വെറുതെ അമ്പലത്തിൽ കൊണ്ടുപോയി പോരാ, കൃത്യനിഷ്ഠ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് ബ്രെയിന് തീരുമാനം എടുക്കാനുള്ള കഴിവ് വരുന്നത്. പിന്നെ അനുഷ്ഠാനം, ജപിച്ച് അസ്വസ്ഥ, അപ്പോഴാണ് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അതിൻ്റെ കോൺസിക്വൻസ് എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതൊരു പോസിറ്റീവായിട്ട്.
മറ്റത് കോൺസിക്വൻസ് വരരുതെന്ന് പറഞ്ഞ അപകടത്തിൽ ചാടുകയാണ്. ഇത് കോൺസിക്വൻസ് വരട്ടെ. അങ്ങനെ അവൻ എൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യട്ടെ. അത് പറയാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കണ്ട് ഇങ്ങനെ അപകടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ട്, ഇനി ഞാൻ അപകടത്തിൽ പെടാതിരിക്കാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം, അല്ലേ സഹായിക്കണം. അപ്പം പിന്നെ അപകടത്തിൽ നിന്ന് പുറത്ത് കടന്നതെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും അങ്ങനെ അപകടത്തിൽ പോവില്ല എന്നുള്ളതൊരു അപകടമായിരുന്ന ഒരു തിരിച്ചറിവ് കൂടി വരും. ഈ തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികളെ ഞാൻ പറയാൻ കാരണം അവരാണ് പലപ്പോഴും ഇരകളാവുന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ആൺകുട്ടികളും കഞ്ചാവിന് ലഹരിയിലൊക്കെ അടിമപ്പെടുന്നവരുണ്ട്. ഒരിക്കലും ഇതൊക്കെ വലിച്ചു കഴിഞ്ഞ് തലയ്ക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞാൽ പേടിപ്പിച്ചാൽ വീണ്ടും അവനെ അടിമകളാക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ചങ്ങലകൾ വളരെ കൂടുതലായതുകൊണ്ട് ഈ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ പോകുമ്പോഴാണ് ആത്മഹത്യകൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ആത്മീയതയിലൂടെ ഒരു വലിയ പരിവർത്തനം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം അനിവാര്യമാണ്. അപ്പം അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ ഈ കാര്യം വിശദീകരിക്കാം. ഭഗവാൻ ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് ഗീതയിലൂടെ ഒരു പരിവർത്തനത്തിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തരുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.